കേരളത്തിലെ റെയിൽവേ സേവനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സി സദാനന്ദൻ മാസ്റ്റർ എം പി ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. അപേക്ഷകൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആവശ്യവുമായി അദ്ദേഹം വ്യോമയാന മന്ത്രിയെ കണ്ടിരുന്നു. സാവരിയ വസന്തിന്റെ വിഷയം ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. അതിനു മുൻപ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ സർവീസ് അത് നിർത്തലാക്കുന്നതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അശ്വിനി വൈഷ്ണവിനെ സമീപിക്കുകയും അപ്പോൾ അത് തുടരാൻ മന്ത്രി അനുവദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിർണായകമായ കാര്യങ്ങളിൽ കേരളത്തിൽ രാഷ്ട്രീയം നോക്കാതെ സജീവമായി ഇടപെടുന്ന ജനപ്രതിനിധി എന്ന രീതിയിലേക്ക് സി സദാനന്ദൻ മാസ്റ്റർ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഇടപെടലുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സക്രിയമായ രാഷ്ട്രീയ പ്രവർത്തനം അത് പാർലമെന്റിൽ സഭയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം തുടരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. വാർത്തയിലേക്ക്. മലബാർ മേഖലയിലടക്കം റെയിൽവേ വികസനത്തിനായി റെയിൽവേ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എംപിയുടെ ആവശ്യം. തലശ്ശേരി ഉൾപ്പെടെ സ്റ്റേഷനുകളിൽ പ്രധാന തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ, സർവീസ് നീട്ടൽ, സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം എന്നിവ സദാനന്ദൻ മാസ്റ്ററും റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൊച്ചി അമൃത ആശുപത്രിയിലെ രോഗികൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഇടപ്പള്ളി സ്റ്റേഷന്റെ നവീകരണം, ദീർഘദൂര വണ്ടികളുടെ സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും എം പി കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. റെയിൽ യാത്രാ സൗകര്യം കുറവുള്ള വടക്കൻ കേരളത്തിലേക്ക് പുതിയ വണ്ടി അനുവദിക്കണമെന്ന ആവശ്യവും എം പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമുള്ള ആവശ്യം കണക്കിലെടുത്താണ് എം പിയുടെ ഇടപെടൽ. നേരത്തെ സദാനന്ദൻ മാസ്റ്ററുടെ ഇടപെടലിനെ തുടർന്ന് തലശ്ശേരി റെയിൽവേ പാഴ്സൽ സർവീസ് തുടരാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. പാഴ്സൽ സർവീസ് നിർത്താൻ റെയിൽവേ തീരുമാനിച്ച സാഹചര്യത്തിലാണ് എം പി വിഷയത്തിൽ ഇടപെട്ടത്. ജനം, ഡൽഹി.